തമിഴ്നാട് NDAയിൽ വീണ്ടും ഭിന്നത. TTV ദിനകരൻ മുന്നണി വിട്ടേക്കും എന്നാണ് സൂചന. AIDMKയുമായി BJPയുമായും അകലുന്ന ദിനകരൻ വിജയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നാണ് ചെന്നൈയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഹീസ്, ദിനകരന്റെ നിലപാട് ഇത് NDAയിലെ ഒരു ഭിന്നത പുറത്തേക്ക് കൊണ്ടുവരുന്നതല്ലേ? എന്താണ് ഈ വിജയുമായി അടുക്കാൻ ദിനകരൻ ശ്രമിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ സൂചനകൾ വരുന്നുണ്ടോ? തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് ഇതിനെ കാണാൻ കഴിയില്ലേ? GK, തീർച്ചയായിട്ടും നിർണായകമായ ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് TTV ദിനകരൻ കഴിഞ്ഞ ഒരാഴ്ചയായി വിജയെ പുകഴ്ത്തിക്കൊണ്ട് നിരന്തരം സംസാരിക്കാറുണ്ട്. വിജയകാന്തിന് എന്താണോ ചെയ്യാൻ കഴിഞ്ഞത് അത് വിജയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. മാത്രമല്ല, ഇപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്ന ഏത് ചേരിയിൽ നിൽക്കാൻ എന്ന് ഇപ്പോഴും വ്യക്തമാക്കാത്ത ചില പാർട്ടികളൊക്കെയും വിജയെ പുകഴ്ത്തിക്കൊണ്ടുവരികയാണ്. അതിനിടയിലാണ് TTV ദിനകരന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ NDAയുടെ ഭാഗമാണ്. പക്ഷേ ഈ AIDMK BJP സഖ്യം നിലവിൽ വന്നതിന് ശേഷം TTV ദിനകരന് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം AIDMKയും ഒപ്പം തന്നെ BJPയും തന്നെ അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിന് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ട്. അത് പല വേദികളിലും അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ സൂചനകളൊക്കെ നൽകിപ്പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമീപനത്തിലെ അമർഷം കൊണ്ട് അദ്ദേഹം മുന്നണി വിട്ടേക്കും എന്നുള്ള വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നത്. അദ്ദേഹം ഡിസംബറിലാകും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുക. പക്ഷേ ഇപ്പോൾ തന്നെ വിജയുമായി ചേർന്നു പോകാനുള്ള ചില തീരുമാനങ്ങളൊക്കെ തത്വത്തിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, വിജയെ സമീപിക്കുകയൊക്കെയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിജയ് എടുക്കുന്ന സമീപനവും ശ്രദ്ധേയമാകും. കാരണം TTV ദിനകരന്റെ പേരിൽ നിരവധി കേസുകളുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നിലനിൽക്കുമ്പോൾ നിരന്തരം അഴിമതിക്കെതിരെ സംസാരിക്കുന്ന വിജയ് ഇദ്ദേഹത്തിനെ മുന്നണിയിലേക്ക് എടുക്കുമോ എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ NDAയിലേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ OPS ആ ഭാഗത്തു നിന്നും വിട്ടുവന്നിട്ട് ഏതാണ്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. അതിനിടയിലാണ് മറ്റൊരു പ്രധാന നേതാവ് കൂടി NDA ഭാഗത്ത് നിന്ന് വിട്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും BJP AIDMK സഖ്യം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള നേതാക്കളൊക്കെ സമീപിച്ചു പോകുന്ന നിലപാട് അതാണ്. നേരത്തെ NDAയുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന പല പ്രധാനപ്പെട്ട കക്ഷികൾക്കും നേതാക്കൾക്കും ഒക്കെ ഇത്തരത്തിൽ അമർഷമുണ്ട്. AIDMKയ്ക്ക് ഉള്ളിൽ തന്നെ വലിയ തോതിൽ പൊട്ടിത്തെറിയുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഒരു സഖ്യത്തിനെതിരാണ്. അവർ അത് പരസ്യമായി പലരും പറഞ്ഞു വരുന്നുണ്ട്. MLA സെങ്കോട്ടയ്യൻ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹമൊക്കെ 5-ാം തീയതി ഒരു നിലപാട് താൻ പ്രഖ്യാപിക്കും എന്നതടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും NDAയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ EPS ഒരു യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ, തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് BJP വേണ്ട പിന്തുണയൊക്കെയും നൽകി വരുമ്പോഴാണ് NDA മുന്നണിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇവരൊക്കെ ഏത് ചേരിയിൽ ചേരും എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായും അതിനപ്പുറത്തേക്ക് ഇവരെ മുന്നണിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ TVക്ക് അത് വലിയ നേട്ടമാകും. അവർക്ക് ഒരു പ്രധാനപ്പെട്ട കക്ഷി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് തങ്ങൾക്കൊപ്പം ചേരുന്നു എന്നുള്ളത് കൂടി തെളിയിക്കാൻ കഴിയുന്ന ഒരു അവസരമായി മാറും. അത് അവർക്ക് വലിയ ഇന്ധനമാകും നൽകുക. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.